يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹത്തിനിടയിലായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. 3 ദിവസം കഴിയുമ്പോൾ പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ അതിൻ്റെ പ്രസക്തി ഇല്ല എങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി കൊഴിയുകയാണ്. ഇന്നലകളിലെ കഴിഞ്ഞ വർഷത്തെ ഒരു ജീവിതത്തെ നാം വിലയിരുത്തുകയാണെങ്കിൽ സുഖദുഃഖ സമ്മിശ്രമായ ഒരു അവസ്ഥകളാണ് ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വേണ്ടപ്പെട്ടവരുടെ വേർപാടും കച്ചവടത്തിലെ ഏറ്റക്കുറച്ചിലുകളും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഒരുപക്ഷെ അതിനെ സംബന്ധിച്ചൊക്കെ ദുഃഖിക്കുന്നവരുണ്ടാകാം, സന്തോഷപ്പെടുന്നവരുണ്ടാകാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിലുള്ള പ്രതീക്ഷയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്സിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇനിയും വർഷങ്ങൾ കൊഴിയും. രാപ്പകലുകൾ മാറി മാറി വരും. സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങൾക്കും നാം സാക്ഷിയാകും. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുടെ വേർപാടും വിരഹവേദനകളും നമുക്ക് ലഭ്യമാകും. അവിടങ്ങളിലെല്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് 3 ദിവസം മുമ്പ് സത്യവിശ്വാസികളുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കണം എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളാണ് എല്ലായ്പ്പോഴും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല എങ്കിലും ഖൈറും ഷർറും റഹ്മാനായ റബ്ബാണ് ഉദ്ദേശിക്കുന്നത്. നാം ഉദ്ദേശിക്കുന്ന ഖൈറായ കാര്യങ്ങൾ റഹ്മാന്റെ അടുക്കൽ ഷർറായിരിക്കും. നാം ഒരുപക്ഷെ ഷർറെന്ന് വിചാരിക്കുന്ന കാര്യം റഹ്മാന്റെ അടുക്കൽ ഖൈറായിരിക്കും. ജീവിതത്തിൽ ഏത് രീതിയിൽ വന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ശുഭപ്രതീക്ഷ കൈവിടരുത് എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് സ്വഹാബികൾക്ക് വസിയ്യത്ത് നൽകുന്നത്, സത്യവിശ്വാസികൾക്ക്. ലാ യമൂതുന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി വന്ന്. റബ്ബിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളോടുകൂടിയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വീകാര്യമാകേണ്ടത്. റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കാതെ, റബ്ബിൽ സദ്വിചാരമില്ലാതെ ഒരിക്കലും നിങ്ങൾ മരണത്തിന് ഇടം വരുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലായ്പ്പോഴും വിശ്വാസികൾക്ക് ഒരു ശുഭപ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്. മക്കളുടെ കാര്യമായിരുന്നാലും, കച്ചവടമായിരുന്നാലും, ജീവിതത്തിലെ കൂട്ടുകാരുടെ വിഷയത്തിലായിരുന്നാലും, കുടുംബക്കാരുടെ വിഷയത്തിലായിരുന്നാലും, ഏത് മേഖലകളിലായിരുന്നാലും എൻ്റെ റബ്ബ് എനിക്ക് ആത്യന്തികമായി നന്മയിൽ വർദ്ധിക്കൂ എന്നുള്ള അടിയുറച്ച വിശ്വാസവും ഈമാനിക കരുത്തുമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. നമുക്കറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിതം അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. മനുഷ്യരോ മറ്റാരുമോ ഇല്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇട്ടേച്ചുകൊണ്ട് പോകുന്ന ഭർത്താവിനെ നോക്കിക്കൊണ്ട് മഹദി ഹാജർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എവിടേക്കായി പോക്ക്?
യാ ഇബ്രാഹിം ഐന തദ്ഹബു വതതുർകുനാ ബിഹാദൽ വാദിൽ ലദീ ലൈസ ഫീഹി ഇൻസും വലാ ഷൈ. ആരുമില്ലല്ലോ, ഈ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് എവിടേക്കാ ഞങ്ങളെ ഇട്ടേച്ചു പോകുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. തിരിഞ്ഞു പോലും നോക്കാതെ മഹാനായ ഖലീലുള്ള നടന്നു പോകുന്നതായി ഹദീസിൽ കാണാം. വീണ്ടും മഹദി ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകുവാനുള്ളത്? മൗനം പാലിച്ച മഹാനായ ഖലീലുള്ള മൗനം വെടിയുകയാണ്. നാം, അതെ, ഇത് എൻ്റെ റബ്ബിന്റെ കൽപ്പനയാണ് നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു കൊണ്ട് പോവുക എന്നുള്ളത്. ഇതെല്ലാ യുളജ്ജുനാ, എങ്കിൽ പോയിക്കൊള്ളുക ഇബ്രാഹിം. അതാണ് വിശ്വാസത്തിന്റെ കരുത്ത്. വിശ്വാസികളെ, ഈമാനിന്റെ മാധുര്യം നുകരുക എന്ന് വെച്ചാൽ അതാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നാം തലകുനിച്ചു കൊടുക്കുക. ഖൈറാക്കി തരുന്നവൻ റഹ്മാനായ റബ്ബാണ്. ഇതെല്ലാ യുളജ്ജുനാ, എങ്കിൽ പോയിക്കൊള്ളുക, എൻ്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ആത്മധൈര്യമുണ്ടല്ലോ. അതാണ് ഈമാനിന്റെ കരുത്തായി ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. കൈവിട്ടോ അവരെ? ഇല്ല. അവിടമാണ് സംസം ഉണ്ടാകുന്നത്. ലോകത്തെ കോടാനുകോടി വിശ്വാസികൾക്ക് ദാഹശമനത്തിനായും ബറക്കത്തിനായും അല്ലാഹു തആല നിയോഗിച്ച സംസം വെള്ളം അവിടെ നിന്നാ ഉത്ഭവിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾക്ക് മുന്നോട്ടുള്ള പ്രയാണമെന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ്. ചെങ്കടൽ മുന്നിലും പിന്നിൽ ഫിർഔന്റെ പട്ടാളവും, നടുക്കാണ് മഹാനായ മൂസാ നബിയും അനുയായികളും. പകച്ചുപോയി മൂസാ നബിയുടെ അനുയായികൾ, തകർന്നുപോയി അവരുടെ ചരിത്രം. വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറാ 61 മുതലുള്ള ആയത്തുകൾ നാം വായിക്കുകയാണ്. പകച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ പ്രവാചകരോട് ചോദിക്കുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെടും മൂസ, നമ്മെ ഇപ്പൊ പിടികൂടും, ഫിർഔനും അനുയായികളും നമ്മെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുചരന്മാരോട് വിശ്വാസത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുകയാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. 2026 ആയാലും അള്ളാഹു നിശ്ചയിച്ച വർഷങ്ങൾ നാം ഇവിടെ ജീവിച്ചാലും വിശ്വാസികളെ നമ്മുടെ മനോമുഖരത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ കരുത്തായിരിക്കണം. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ വഴി കാണിച്ചു തരും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തിന്റെ കരുത്ത് പ്രകടമാവുകയാണ് ആ രംഗത്ത്. അള്ളാഹു കൂടെ ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റഹ്മാനായ റബ്ബ് നിർദ്ദേശിക്കുകയാണ്, ലാ തഖാഫു ദറക വലാ തഖ്ശാ, ഭയപ്പെടേണ്ട മൂസ, ആഴക്കടലിനെ കുറിച്ച് താങ്കൾ വിഷമിക്കണ്ട, ഫിർഔന്റെ സൈന്യത്തെ കുറിച്ചും താങ്കൾ ബേജാറാകേണ്ട, പേടിക്കണ്ട മൂസ. കരുത്ത് ഈമാനികമാണ്. അതാണ് വിശ്വാസികളെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഗാർ സൗറിൽ പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇരിക്കുന്ന സമയത്തും ഇതേ ഭയപ്പാട് അബൂബക്കർ സിദ്ദീഖിനുണ്ടായി എന്ന് ചരിത്രം പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയുടെ 40-ാമത്തെ വചനം ആ സംഭവത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അള്ളാന്റെ റസൂലെ, നമ്മെ പിടികൂടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതറിപ്പോയില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അത് വിശ്വാസത്തിന്റെ കരുത്താണ്. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ഭരണാധികാരികൾ മാറി മാറി വന്നാലും, വർഷങ്ങൾ മാറി മാറി വന്നാലും, പരീക്ഷണങ്ങളും ഫിത്നകളും കൂരിരുൾ പോലെ നൈരന്തര്യമായി നമ്മെ വേട്ടയാടിയാലും, ഇന്നല്ലാഹ മഅയ റബ്ബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഇതായിരിക്കണം വിശ്വാസികളെ. ഒരിക്കലും വിശ്വാസി എന്നുള്ള നിലയിൽ നിരാശപ്പെടുവാൻ പാടില്ല.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല നൽകുന്ന സന്തോഷ വാർത്തയാണ് ഫലാ തകും മിനൽ ഖാനിതീൻ. ഖലീലുള്ളാഹ്, നീ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. ഇബ്രാഹിം നബി പറയുന്ന ഒരു മറുപടി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 55, 56 ആയത്തുകൾ നാം വായിക്കുകയാണ്. ഖലീലുള്ളാഹ് നിരാശപ്പെടരുത്. ഇബ്രാഹിം നബിയുടെ മറുപടി ചാട്ടുളി പോലെ വന്നു. വമൻ യഖ്നതു മിൻ റഹ്മത്തില്ലാഹി മിൻ റഹ്മത്തിഹി ഇല്ല ളാല്ലൂൻ. വഴിപിഴച്ചവർ മാത്രമേ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുകയുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് തന്നെയാണ് വിശ്വാസികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പഠിപ്പിച്ചതും യഹ്ഫളുല്ലാഹ് യഹ്ഫളുക്. അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സൂക്ഷിച്ചുകൊള്ളും. യഹ്ഫളുല്ലാഹ് തജിദുഹു തുജാഹദക്. അല്ലാഹുവിനെ നീ കണ്ടെത്തും. നീ തഖ്വയോടുകൂടി ജീവിച്ചാൽ, നിന്റെ ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ചാൽ, നിന്റെ ജീവിതം ഖുർആനിനും സുന്നത്തും വിധേയമായി കൊണ്ട് നിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയാൽ അല്ലാഹു നിന്നെ കണ്ടെത്തും, അല്ലാഹു നിന്നെ സഹായിക്കും. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷ വാർത്തയാണ് വിശ്വാസികളെ. വിശ്വാസികൾക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല ജീവിതത്തിന്റെ ഏത് മേഖലകളിലും. കാരണം ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. സൂറത്തു തൗബയുടെ 51-ാമത്തെ വചനമാണ് വിശ്വാസികളെ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിലുള്ള ജീവിതം സമ്മിശ്രമായിരിക്കാം. സുഖദുഃഖങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടേക്കാം. മറ്റു മേഖലകളിൽ നാം ഏത് രീതിയിലും നമുക്ക് ഖൈറെന്ന് തോന്നുന്ന കാര്യം ഷർറായി മാറിയേക്കാം. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ശക്തമായ വസിയ്യത്ത്, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഇല്ല, എന്റെ ജീവിതത്തിൽ ഒരു മുസീബത്തും ബാധിക്കുകയില്ല അല്ലാഹുവേ, നീ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. കാരണം നീയാണ് യജമാനൻ. ഇതാണ് വിശ്വാസികളെ നമുക്കുണ്ടാകേണ്ട കരുത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ മുസീബത്തുകൾ ഉണ്ടാകുമ്പോഴേക്കും അതെല്ലാം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഭൂമിയിലോ എൻ്റെ ദേഹത്തോ മറ്റൊന്നുമേ അത് ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു കരുത്താണ് വിശ്വാസികളെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മാ അസ്വാബ മിൻ മുസീബത്തുൻ ഫിൽ അർള് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റഅഹാ. ഭൂമിയിലോ നമ്മുടെ ശരീരത്തിലോ മറ്റേത് മേഖലകളിലോ മുസീബത്തുകൾ വന്നാൽ ഇതിനു മുമ്പ് റഹ്മാനായ റബ്ബിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എളുപ്പമുള്ള കാര്യമാണ്. സൂറത്തുൽ ഹദീദിലെ 22, 23 ആയത്തുകളാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയുകയാണ്, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ അമിതമായിട്ട് അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടതില്ല. ഒരു സന്തോഷം വന്നാൽ അതിന്റെ പേരിൽ അമിതമായിട്ടുള്ള ആഹ്ലാദം നിങ്ങൾക്ക് പാടില്ല തന്നെ. കാരണം ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ അമിതമായിട്ടുള്ള ഒരു ദുഃഖം വേണ്ട. സന്തോഷത്തിന്റെ പേരിൽ അമിതമായ ഒരു ആഹ്ലാദവും വേണ്ട. നമ്മുടെ യുവതലമുറ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, വിദ്യാർത്ഥികൾ നിരാശ ബാധിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യൂ ജനറേഷൻ ആ ഒരു തലത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം അതിന്റെ എഡിറ്റോറിയൽ എഴുതിയ ഒരു ഹെഡിങ് എന്തെന്നറിയുമോ സഹോദരങ്ങളെ? എന്തിനാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ മരിക്കുന്നത് എന്നാണ്. വിശദമായി അതിൽ എഴുതുകയാണ് ആ മുഖപ്രസംഗത്തിൽ, എന്തിനാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ മരിക്കുന്നത്. മലയാളികളുടെ ആത്മഹത്യാ നിരക്ക് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം ഇന്ത്യയിൽ 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം അത് 4ഉം 5ഉം സ്ഥാനത്തായിരുന്നു. എന്നാൽ അതിനും പുതുതായി അതിൻ്റെ റെക്കോർഡ്സുകൾ പറയുകയാണ്, ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കിൽ കേരളം 3-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ 2025 ആമോദത്തോടുകൂടി ഈ വർഷത്തെ സ്വീകരിച്ച 300 കുട്ടികളാണ് നിരാശ ബാധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മരിച്ചുപോയത്. 300 കുട്ടികൾ, 15-ന്റെയും 25-ന്റെയും ഇടയിലുള്ള 300 കുട്ടികൾ
ആക്സിഡന്റ് അല്ല, സാധാരണയുള്ള മരണമല്ല. നിരാശ ബാധിക്കുകയാണ് കുട്ടികൾക്ക്. നൈരാശ്യത്തിൽ ഏർപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുകയാണ്. തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ഒരു മസ്തിഷ്കത്തിന്റെ ഉടമകളായി നമ്മുടെ മക്കൾ മാറുകയാണ്. അക്രമാസക്തമായിട്ടുള്ള ഗെയിമുകളും അതിഭീകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മക്കളുടെ കൈകളിൽ ഇരിക്കുന്ന വാട്സാപ്പുകളിൽ, സോഷ്യൽ മീഡിയകളിൽ, ഇൻസ്റ്റാഗ്രാമുകളിൽ, അങ്ങനെ പോലെ ഒട്ടേറെ മേഖലകളിൽ അവർ അതിമാരകമായിട്ടുള്ള ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോയത് കാരണം അവർക്ക് തോൽക്കാൻ മനസ്സില്ല. കോവിഡ് നമ്മുടെ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗമാണ് എന്ന് അതിനെക്കുറിച്ച് പഠിച്ച ബിഷപ്പ്മാർ പറയുകയാണ് നമ്മോട്. കുറേ മരണങ്ങൾ സംഭവിച്ചു കോവിഡ് കാരണം. പക്ഷെ കോവിഡ് ഇന്നും ലോകത്ത് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിഭീകരമായ മൊബൈലിന്റെ ദുരുപയോഗമാണ് എന്ന് വിജ്ഞാനികൾ പറയുകയാണ്. ഡിപ്രഷൻ ബാധിച്ച ഒരു സമൂഹമാണ്. ദുഃഖവും നിരാശയും ദേഷ്യവും അടങ്ങുന്ന ഒരു ന്യൂ ജനറേഷനാണ് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നത്. എന്തിനും പൊട്ടിത്തെറിക്കുന്ന മക്കൾ, എന്തിനും നിരാശ ബാധിച്ച നമ്മുടെ മക്കൾ, ഒന്നിനും അമിത പ്രതീക്ഷയില്ലാതെ, മിതമായ പ്രതീക്ഷകൾ പോലുമില്ലാതെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ. അതുകൊണ്ടാണ് 2025 സന്തോഷത്തോടുകൂടി സ്വീകരിച്ച 300 കുട്ടികൾ 26 ആകുമ്പോഴേക്കും ഈ ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടു, അഥവാ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് ഇതിന് പരിഹാരമെന്ന് പറയുന്നത്? സമാധാനത്തിന് വേണ്ടി ലോകം മുന്നോട്ട് പോവുകയാണ്, പരക്കം പായുകയാണ്. ഖബറാളികളുടെ അടുക്കലും ദർഗയുടെ അടുക്കലും ജാറത്തിന്റെ അടുക്കലും പരക്കം പാവുകയാണ്. മനസ്സമാധാനത്തിന് വേണ്ടി, കുടുംബത്തിന് സ്വാസ്ഥ്യം ലഭിക്കുവാൻ വേണ്ടി അവർ പരക്കം പായുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിൽ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട സമൂഹമേ, സമാധാനം നഷ്ടപ്പെട്ട സമൂഹമേ, നിങ്ങൾ അറിയുക, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന വിശ്വാസികളെ, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ മാത്രമാണ് നിങ്ങൾക്കുള്ള സമാധാനം. അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള വിജയവും സമാധാനവും. അവിടെ നിരാശയുണ്ടാവുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒറ്റപ്പെടലായിരുന്നു പ്രവാചകനെ ഏറെ ദുഃഖിപ്പിച്ചത്. ജനിച്ച നാട് വിട്ട് ത്വായിഫിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നു. അവിടങ്ങളിലെല്ലാം കുടുംബം ഒറ്റപ്പെടുത്തുകയാണ്, കൂട്ടുകാർ ഒറ്റപ്പെടുത്തുകയാണ്, വീട്ടുകാർ ഒറ്റപ്പെടുത്തുകയാണ്. വല്ലാതെ നിരാശ ബാധിച്ച ആ കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കുകയാണ്. പ്രവാചക, ഫഇൻ കദബൂക്, താങ്കളെ നിഷേധിക്കുകയാണോ അവർ? താങ്കളെ നിഷേധിച്ചുകൊണ്ട് താങ്കളെ ഒറ്റപ്പെടുത്തുകയാണോ അവർ? ഫഖുൽ റബ്ബുകും ദു റഹ്മത്തിൻ വാസിഅത്തിൻ, അറിയുക പ്രവാചക, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അത് വിശാലമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വാസ്യാണ്. അതുകൊണ്ട് താങ്കൾ നിരാശപ്പെടണ്ട. ആര് ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റപ്പെടുത്തൂല റസൂലേ. ഇതാണ് വിശ്വാസികളെ, മക്കളെ നമുക്ക് വേണ്ടത്. കലാലയങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ, കോളേജുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ ഒരുപക്ഷേ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, ഒരുപക്ഷെ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ, അവരുമായി കൂട്ടുകൂടാത്തതിന്റെ പേരിൽ, ഷിർക്കിന്റെ ചിഹ്നങ്ങളിൽ നാം ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരുപക്ഷെ ഒറ്റപ്പെടുത്തിയേക്കാം. മക്കളെ, ഇതിനേക്കാളും ഒറ്റപ്പെടുത്തൽ നേരിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെതിരെ പോരാടിയതിന്റെ പേരിൽ, തൗഹീദിന് വേണ്ടി പടപൊരുതിയതിന്റെ പേരിൽ നമ്മുടെ കരളിന്റെ കഷ്ടം, നമ്മുടെ റോൾ മോഡലാണ്, നമ്മുടെ അഭിമാനപാത്രമാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെടുത്തിയതിനേക്കാളും ലോകത്ത് ആര് ഒറ്റപ്പെടുത്തി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആശ്വാസമാണ്. പ്രവാചക, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, കൈവിട്ടില്ല നബിയെ, കൈവിടൂല നബിയെ, നിങ്ങളെ വെറുത്തിട്ടില്ല നബിയെ. നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് ഈ പ്രയാസം നേരിടുമ്പോൾ,
കൂട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് റസൂലേ, ഞാൻ നിങ്ങളെ വെറുത്തുവന്ന്, ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട് റസൂലേ? ഇല്ല, വെറുതെ അങ്ങനെയില്ല. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. പരലോകമുണ്ട് പ്രവാചക, ദുനിയാവിനേക്കാളും ഖൈറാണ് ആ പരലോകം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. വഴിയെ നിന്റെ റബ്ബ് നിന്നെ തൃപ്തിപ്പെടും റസൂലേ, അനുഗ്രഹങ്ങൾ തരും. അനുഗ്രഹങ്ങൾ വിശാലമാണ്, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടും റസൂലേ. അലം യജിദുക യതീമൻ ഫആവാ. യതീമായിട്ടാണ് നിന്നെ നാം കണ്ടത്? ഇല്ല റസൂലേ, നാം ആശ്രയം നൽകും, നാം ഒരുപാട് സഹായങ്ങൾ നൽകും. വവജദക ളാല്ലൻ ഫഹദാ. വിശ്വാസികളെ, സൂറത്തുൽ ളുഹായിലെ വാക്കുകളാണ്, സൂറത്തുൽ ളുഹാ എന്ന അധ്യായത്തിലെ വചനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വന്നാൽ, നൊമ്പരങ്ങൾ വന്നാൽ, മനോവിധകൾ വന്നാൽ, കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയാൽ, നാട്ടുകാർ വെറുത്താൽ, വീട്ടുകാർ കുറ്റപ്പെടുത്തിയാൽ സൂറത്തുൽ ളുഹാ എന്ന് വായിച്ചു നോക്കണേ. നമ്മുടെ കരളിന്റെ കഷ്ണം വേദനിച്ചതിന് പരിഹാരമാണ്. നമ്മുടെ പൊന്നാര റസൂലിന് അല്ലാഹു തആല നൽകുന്ന സമാശ്വാസമാണ് വിശ്വാസികളെ. ഇല്ല റസൂലേ, വവജദക ളാല്ലൻ ഫഹദാ. വഴിയറിയാത്ത ആളായിരുന്നു റസൂലേ താങ്കൾ. ഹിദായത്ത് എന്ന സന്മാർഗം താങ്കൾക്ക് നാം നൽകി റസൂലേ. വവജദക ആയിലൻ ഫഅഗ്നാ. ദരിദ്രനായിരുന്നുവല്ലോ താങ്കൾ, യതീമായിരുന്നുവല്ലോ, ആരാലും സഹായിക്കപ്പെടാതെ. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട, 6 വയസ്സാകുമ്പോൾ മാതാവ് നഷ്ടപ്പെട്ട പ്രവാചക, അങ്ങ് ദരിദ്രനായിരുന്നു. ഇതാ നാം ധന്യനാക്കും റസൂലേ. ഇത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സ്വഹാബാക്കൾ കണ്ടതാണ്. ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചക, ഇങ്ങനെയും ഈ ദാരിദ്ര്യം പേറിക്കൊണ്ട് താങ്കൾ ജീവിക്കണോ റസൂലേ? അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയുമോ സ്വഹാബാക്കളെ? ഈ കാണുന്ന ഉഹുദ് പർവ്വതമുണ്ടല്ലോ, ഈ ഉഹുദ് മലയുണ്ടല്ലോ, സ്വർണമാക്കുവാനുള്ള ഒരു ഉദ്ദേശം മതി, അള്ളാഹു എനിക്ക് അധീനമാക്കി തരും. ഇല്ല, എന്റെ ദുനിയാവെന്ന് പറയുന്നത് വഴിപോക്കൻ മാത്രമാണ്. തണലിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്നതിന്റെ സമയം മാത്രം ചെലവിടുവാൻ വന്നതാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതം. അതുകൊണ്ട് പാരിത്രികമായിട്ടുള്ള ജീവിതമാണ് ശാശ്വതം. അവിടേക്കാണ് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് വിശ്വാസികളെ. ഓരോ പുതുവർഷം കഴിയുമ്പോഴും നാം പുതുക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഈമാനിനെ ജദ്ദിദൂ ഈമാനക്കും പുതുക്കിക്കൊണ്ടേയിരിക്കണം. ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. നഷ്ടപ്പെട്ടു പോയ ആയുസ് തിരികെ എത്തൂല സഹോദരങ്ങളെ. ഒരു വയസ്സ് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഖബറിലേക്കുള്ള ഒരു അടുപ്പം കുറച്ചുകൂടി എളുപ്പമായി എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ കലാം 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 11-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. വമാ യുഅമ്മറു മിൻ മുഅമ്മർ വലാ യുൻഖസു മിൻ ഉമരിഹി ഇല്ലാ ഫീ കിതാബ്. നിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ നിന്റെ ആയുസ് നീട്ടുകയോ കുറയ്ക്കുകയില്ല. അള്ളാഹുവിന്റെ അജൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ കിതാബിലില്ല എന്ന് വിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ, ആ സമയത്ത് നിലവിളിക്കുന്ന ഹതഭാഗ്യരായി മാറരുത് എന്നുള്ളതാണ് നമ്മുടെ ഈ പുതുവർഷം പിറക്കുമ്പോൾ എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർക്കേണ്ടത്. ജീവിതത്തിൽ മരണം നമ്മെ അഭിമുഖീകരിക്കേണ്ട തന്നെ ചെയ്യും. മലക്കുൽ മൗത്ത് നമ്മയും സമീപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിലവിളിക്കുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ അതേ അധ്യായം 37-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുകയാണ്, ഒരു നിലവിളിയാണ്, ഒരു അട്ടഹാസമാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, റബ്ബനാ അഖ്റിനാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഒന്ന് പിന്തിപ്പിച്ചതാ അല്ലാഹ്. വിശ്വാസികളെ, അല്ലാഹു അത്തരം മരണത്തിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിലവിളിയാണ്, അട്ടഹാസമാണ്. അല്ലാ, ഒന്ന് പിന്തിപ്പിച്ചതാ, കുറച്ചുകൂടി എന്നെ പിന്തിപ്പിച്ചാലോ, ഒഴിവാക്കിയതെല്ലാം ഞാൻ നിർവഹിച്ചു കൊള്ളാമല്ല. നീയും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച അമലുകളൊക്കെ ജീവിതത്തിൽ അടയാളപ്പെടുത്തിക്കൊള്ളാം എന്ന് റഹ്മാനായ റബ്ബിനോട് നിലവിളിക്കുന്ന ആ സമയത്ത് അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ. ചിന്തിക്കുവാനായിട്ട്, ഉറ്റാലോചിക്കുവാനായിട്ട് ആയുസ് തന്നില്ലയോ?
40 വയസ്സ്, 50, 60 തന്നില്ലയോ ആയുസ്? ചിന്തിക്കുവാനുള്ള സമയം, ഉറ്റാലോചിക്കുവാനുള്ള ആയുസ് നിനക്ക് തന്നില്ലയോ? മുന്നറിയിപ്പുകാരൻ നിങ്ങളിലേക്ക് വന്നില്ലയോ എന്ന് റഹ്മാനായ റബ്ബ് നമ്മുടെ മറുപടിക്ക് വായമൂടി കിട്ടുന്ന രീതിയിലുള്ള ജവാബ് നൽകിക്കൊണ്ട് റഹ്മാനായ റബ്ബ്, എന്തിനാണ് വിശ്വാസികളെ നമ്മുടെ ഈ ജീവിതം? അള്ളാഹുവിൻ്റെ വരദാനമായ നമ്മുടെ ഈ ദുനിയാവിലെ അല്പായുസ്സുണ്ടല്ലോ, എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അതിനു വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ ജീവിതവും മരണവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവൻ ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു ചോദിക്കുകയാണ് വിശ്വാസികളെ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ശക്തമായ താക്കീതാകട്ടെ. പുതുവർഷം പിറക്കുവാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് നാം ഒരു വസിയ്യത്തായി സ്വീകരിക്കുക. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ലോകത്തിൻ്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശബാബക ഖബ്ല ഹറമിക്, നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിനക്കുള്ള യുവത്വം, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തിന് നിനക്ക് ഉണ്ടായിട്ടുണ്ട്. രോഗം എത്തുക തന്നെ ചെയ്യും, പിടികൂടും രോഗം. അതിനു മുമ്പ് നിനക്ക് നാം നൽകിയിട്ടുള്ള ആരോഗ്യം, ദാരിദ്ര്യം എത്തുക തന്നെ ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള ആ നിഅമത്തുണ്ടല്ലോ, ജോലി തിരക്ക് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയമുണ്ടല്ലോ, മരണത്തിന് മുമ്പുള്ള നിങ്ങൾക്ക് നൽകിയ ആ ജീവിതമുണ്ടല്ലോ, അതെല്ലാം വേണ്ട വിധം ഉപയോഗിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. വിശ്വാസികളെ, ആരോഗ്യം നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, ജീവിതം നഷ്ടപ്പെടും, ഒഴിവ് സമയം നഷ്ടപ്പെടും. അതെല്ലാം സമാഗതമാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോക ജീവിതത്തിന് വേണ്ടി തയ്യാറാകുന്ന വിശ്വാസികളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ, അവരാണ് അഫ്ളലായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുന്നാസ് ഖൈർ, ഉത്തമർ ആരാണ് റസൂലേ? ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ പൊന്നാര റസൂലുള്ളാഹി പറയുന്ന മറുപടിയാണ്, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ഒരാൾക്ക് ആയുസ് കിട്ടി, 60, 70, 80 ആയുസ് അവന് ലഭിച്ചു. ആ ആയുസ് കൊണ്ട് നല്ല അമലുകൾ ചെയ്യുന്നവൻ ആരുണ്ട്? അവനാണ് ഏറ്റവും ഖൈറായവൻ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ അവനാണ്. അള്ളാഹിന്റെ റസൂലിനോട് സ്വഹാബി ചോദിക്കുകയാണ്, ഫഅയ്യുന്നാസി ശർറുൻ, ജനങ്ങളിൽ ഏറ്റവും അധമനാരാണ് റസൂലേ, പതിതൻ ആരാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ്, മൻ ത്വാല ഉമറുഹു, ആയുസ് നൽകപ്പെട്ടു. ജീവിതത്തിൽ അള്ളാഹുവിന്റെ വരദാനമായ ആയുസ് അവന് നൽകപ്പെട്ടിട്ടും ആയുസ് കൊണ്ട് അവൻ മോശമായ അമലുകളാണ് അവൻ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയത്. ഖുർആനെ ധിക്കരിച്ചു, സുന്നത്തിനെ പരിഗണിച്ചില്ല, താന്തോന്നികളായി നാടോടുന്നത് പോലെ അവന്റെ ജീവിതത്തെ അവൻ അടയാളപ്പെടുത്തി. അവൻ അല്ലാഹു തആല ആയുസ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും പതിതർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യബ്ന ആദം, താബിഈ പണ്ഡിതനാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, ചിന്തകനാണ്, സ്വഹാബാക്കളെ കണ്ട പ്രമുഖനാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, യബ്ന ആദം, അല്ലയോ ആദമേ, ഓരോ ദിവസവും പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഒരു വിളിയാളം ഉണ്ടാകുമെന്നാണ്. എന്താണ് വിളിയാളം? യബ്ന ആദം, ആദമിന്റെ പുത്ര, അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഈ പ്രഭാതം പുതിയതാണ്, നിന്നിലേക്ക് വന്നു ഞാൻ. വഅലാ അമലിക ഷഹീദുൻ ഫതസവ്വദ്നി, നിങ്ങളുടെ പ്രവൃത്തിക്ക് അത് സാക്ഷിയാണ്. അതുകൊണ്ട് എന്നിൽ നിന്നും നിങ്ങൾ പുതിയ അമലുകൾ ചെയ്തുകൊണ്ട്, അഥവാ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണം. എന്നിൽ നിന്നും വിഭവങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ അമലു സ്വാലിഹാത്തുകൾ ചെയ്യണം. കാരണം എന്താണെന്നറിയുമോ? ഫഇന്നീ ഇദാ മളൈത ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ പോയാൽ, നിന്നിൽ നിന്നും ഞാൻ നഷ്ടപ്പെട്ടു പോയാൽ
ഖിയാമത്ത് നാൾ വരേക്കും നിന്നിലേക്ക് തിരിച്ചു വരാത്ത കാലമാണ്, നിന്നിലേക്ക് തിരിച്ചു വരാത്ത ദിവസമാണ് ഓരോ പ്രഭാതവും പൊട്ടി വിടരുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, പുതുവർഷത്തിൽ പ്രവേശിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കണം. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്തിനെന്നറിയുമോ? നാളെയുടെ ജീവിതം സുദൃഢമാകുവാൻ വേണ്ടി, നാളെയുടെ ജീവിതം നന്നാക്കുവാൻ വേണ്ടി ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസ്നു അൻഫുസകും ഖബല അൻ തുസ്നു. നാളെ പരലോകത്തെ റബ്ബിൻ്റെ വിചാരണയ്ക്ക് മുമ്പായി നിങ്ങൾ വിചാരണ ചെയ്യണം. റബ്ബിൻ്റെ കോടതിയിലുള്ള ആ മീസാനിൽ നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കുന്നതിന് മുമ്പായി ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കണം. എന്തിനെന്നറിയുമോ? ഫഇന്നഹു അഖഫ അലൈക്കും ഫിൽ ഹിസാബി ഗദാ. നാളെയുടെ പരലോകത്തെ ആ വിചാരണ എളുപ്പമാകുവാൻ വേണ്ടിയാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്മകളുടെ തുലാസിൽ കർമ്മങ്ങൾ കൊള്ളുവാനുള്ള അമലുകളുമായിട്ട് ജീവിതത്തെ നാം ധന്യമാക്കണം. വിശ്വാസികളെ, നഷ്ടപ്പെട്ടു പോയ ആയുസ് തിരിച്ചു വരാത്ത ഖബറിലേക്ക് ഒരു വർഷം കൂടി അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തെ നന്മകൾ കൊണ്ട് സുദൃഢമാക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ കൂരിൽ മുറ്റിയതുപോലെ ഒരുപാട് ഫിത്നകൾ നിങ്ങളിലേക്ക് വരും സഹോദരങ്ങളെ. അള്ളാഹിൻ്റെ റസൂല് പറയുകയാണ്, കൂരിൽ മുറ്റിയ ഒരുപാട് ഫിത്നകൾ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അമല് സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് റബ്ബിങ്കിലേക്ക് അടുക്കുവാനുള്ള പരിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ പ്രവർത്തിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. വിശ്വാസികളെ, അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.